ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മറ്റൊരു മത്സരത്തിന് കൂടി ഇറങ്ങാൻ പോകുന്നു. ഈ വരുന്ന ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. സോ നമുക്ക് ഈ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും തമ്മിലുള്ള ആദ്യപാദ മത്സരത്തിൽ കൊച്ചിയിൽ വെച്ച് FC ഗോവയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. FC ഗോവ 2-0 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ ഗോളുകൾ നേടിയത് അവരുടെ ഇന്ത്യൻ താരമായ ബോറി സിംഗും അതുപോലെ തന്നെ അവരുടെ വിദേശ താരമായ അർമാഡോ സാദിഖുമായിരുന്നു. ഈ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ FC ഗോവ 20 മത്സരങ്ങളിൽ നിന്നും 11 വിജയവും 3 തോൽവിയും 6 സമനിലയുമായി 39 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ FC ഗോവയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇപ്പോൾ 8ാം സ്ഥാനത്താണ്. 20 മത്സരങ്ങളിൽ നിന്നും 7 വിജയവും 3 സമനിലയും 10 തോൽവിയുമായി 24 പോയിന്റോടുകൂടി 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കുന്നത്. ഈ രണ്ട് ടീമിന്റെയും സ്ട്രെങ്ത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, FC ഗോവയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ FC ഗോവയുടെ കാര്യം നമുക്കറിയാം, മികച്ച വിദേശ താരങ്ങളും അതുപോലെ തന്നെ മികച്ച ഇന്ത്യൻ താരങ്ങളുമുള്ള ഒരു നിര തന്നെയാണ് FC ഗോവ. പ്രധാനമായും അവരുടെ സ്ട്രൈക്കറായ അർമാഡോ സാദിഖു, അതുപോലെ തന്നെ അവരുടെ ഇന്ത്യൻ താരമായ ബോറി സിംഗ്, അതുപോലെ തന്നെ അവരുടെ ലെഫ്റ്റ് ബാക്കായ ജയ്ഗുപ്ത എന്നീ മികച്ച താരങ്ങളുള്ള ഒരു ടീം തന്നെയാണ് FC ഗോവ. സോ ഈ താരങ്ങളുടെ പ്രകടനം മറികടക്കാൻ നമ്മുടെ ടീമിനെ കൊണ്ട് സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായി ലഭിക്കുകയുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വിന്നിംഗ് മാച്ചാണ് അഗെയിൻസ്റ്റ് FC ഗോവ. കാരണം പ്ലേ ഓഫിലേക്ക് ഒരു ചെറിയ അവസരമെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മത്സരം വിജയിക്കുക തന്നെ വേണം. ഈ മത്സരം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിൽ നിന്നും പുറത്താകുമെന്ന് 100% നമുക്ക് ഈ മത്സരത്തോടു കൂടി ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം, നിരവധി പ്രശ്നങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ഇപ്പോഴും അലട്ടുന്നുണ്ട്. പ്രധാനമായും സന്ദീപ് സിംഗിന്റെ ഫോമില്ലായ്മ വളരെ മോശമായ രീതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫോറിൻ ഡിഫൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിലോസ് അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ തന്റെ പഴയ ഫോം തുടരേണ്ടത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇനി സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ ജീസസ് ജിമിനസ് നിലവിൽ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വാമി പെപ്പറയും അത്യാവശ്യം ഡീസൻ്റായ പ്രകടനമാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പിലേക്ക് വരുമ്പോൾ 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് TG പുരുഷോത്തമൻ FC ഗോവയ്ക്കെതിരായ ഈ ഹോം മത്സരത്തിൽ ഇറക്കുക. 4-2-3-1 ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിന് പകരം ഒരുപക്ഷെ കമൽജിത് സിംഗിനെ പരീക്ഷിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ 4-2-3-1 ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിന് പകരം ഒരുപക്ഷെ കമൽജിത് സിംഗ് ആദ്യ 11ലേക്ക് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ 4-2-3-1 ഗോൾ കീപ്പറായി കമൽജിത് സിംഗും അതുപോലെ തന്നെ 4 ഡിഫൻഡേഴ്സായി ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും, റൈറ്റ് ബാക്കിൽ ഐവൺ ഡോവലിംഗും, 2 സെന്റർ ബാക്കുമാരായി മിലോസ് ട്രിൻസിച്ചിനോടൊപ്പം ഹോർമിക്ക് 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം ഈ മത്സരം കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബികാഷ് യുംനം എന്ന് പറയുന്ന നമ്മൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ച ബികാഷ് യുംനം എന്ന താരം ഒരുപക്ഷെ ഈ മത്സരത്തിൽ ആദ്യ 11ലേക്ക് സെന്റർ ബാക്ക് പൊസിഷനിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മലയാളി താരമായ വിപിൻ മോഹനോടൊപ്പം
ഡാനിഷുമായിരിക്കും ഇറങ്ങുക. ഇനി 3 മിഡ്ഫീൽഡേഴ്സായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഉറുഗ്വൻ ദ ലിറ്റിൽ മാജീഷ്യൻ അഡ്രിയൻ ലൂണി ആയിരിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ഇറങ്ങുക. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ ഇന്ത്യൻ താരം അമാവിയും റൈറ്റ് വിങ്ങിൽ കോറോസിംഗും ആയിരിക്കും ഇറങ്ങുക. ഇനി ഏക സ്ട്രൈക്കറായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരം ജീസസ് ഹിമെനസും ആയിരിക്കും ആദ്യ 11-ൽ ഇറങ്ങുക. സോ ഇതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റഡ് 11. നിങ്ങൾക്ക് വ്യത്യസ്തമായ 11 ഉണ്ടാവാം. നിങ്ങളുടെ എക്സ്പെക്റ്റഡ് 11 നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പ്രൊഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എൻ്റെ ഒരു സ്കോർ പ്രൊഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2 FC ഗോവ 1 എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷനൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി തരികയാവുന്നതാണ്. സോ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചിൽ ദാൻ ബൈ.